ദ സ്റ്റോറി കണ്ടിന്യൂസ്. കഥ തുടരുന്നു. മുഹമ്മദ് സലായുമായുള്ള കരാർ പുതുക്കിയ വിവരം ലിവർപൂൾ തങ്ങളുടെ ആരാധകരെ അറിയിച്ചതിങ്ങനെയാണ്. വർഷം 2017. നൈൽ നദിയുടെ നാട്ടിൽ നിന്നും ഒരു 25-കാരൻ മേഴ്സി നദിയുടെ തീരത്തെത്തി. ഈ കഥ തുടങ്ങുന്നതും ഈ നദിക്കരയിൽ നിന്നാണ്. മൈതാനത്ത് കാൽപന്ത് കൊണ്ട് കവിത രചിച്ച ഒരു ഈജിപ്തുകാരൻ ആൻഫീൽഡിന്റെ അധിപനായ കഥ. കാൽപന്തിനെ ഹൃദയതാളമാക്കിയ ആ നാട്ടിൽ അയാൾ പന്ത് കൊണ്ട് മായാജാലം തീർത്തു. കളി കാണാനെത്തിയവർക്ക് അയാൾ സ്വപ്നസുന്ദര സോക്കറിന്റെ വിരുന്നൊരുക്കി. ചെൽസിയിലും റോമയിലും ഇതുവരെ കാണാത്ത ഒരു പുതിയ സലാഹിനെ കാൽപന്താസ്വാദകർ ചെങ്കുപ്പായത്തിൽ കണ്ടു. ഈജിപ്ഷ്യൻ പിരമിഡുകൾ കാണുമ്പോഴുള്ള കൗതുകം കളിക്കളത്തിലെ സലാഹിന്റെ ഓരോ ചുവടുകളിലും ഉണ്ടായിരുന്നു. മികവാർന്ന കളിയടവുകളും അസാമാന്യ മെയ്വഴക്കവും അയാൾ മൈതാനത്ത് പതിവാക്കി. വൺ സീസൺ വണ്ടർ എന്ന് വിളിച്ചവരെ കൊണ്ട് എവർ സീസൺ വണ്ടർ എന്ന് വിളിപ്പിക്കും വരെ അയാൾ പന്താട്ടം തുടർന്നു. മൈതാനത്ത് അയാൾ ഒരേ സമയം വിംഗറും സ്ട്രൈക്കറുമായി മാറി. ഗോൾ അടിക്കും പോലെ തന്നെ ഗോൾ അടിപ്പിക്കാനും മത്സരിച്ചു. ഇതിനിടയിൽ ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗും ഉൾപ്പെടെയുള്ള പ്രധാന കിരീടങ്ങളിലെല്ലാം അയാൾ മുത്തമിട്ടു. നീണ്ട 9 വർഷക്കാലം ലിവർപൂളിന്റെ മിടിപ്പറിഞ്ഞ യാർഗൻ ക്ലോപ്പ് എന്ന മാനേജറുടെ മാനസപുത്രനായി മാറിയ സലാഹിനെ പകരമെത്തിയ ആർനെ സ്ലോട്ടും വേണ്ട രീതിയിൽ തന്നെ ഉപയോഗിച്ചു. അതിനിടയിലാണ് സലാഹ് ആൻഫീൽഡ് വിട്ടേക്കുമെന്ന സൂചനകൾ ഉണ്ടായത്. പൊന്നും വില കൊടുത്ത് റാഞ്ചാൻ സൗദി വമ്പന്മാരടക്കം രംഗത്തെത്തി. അയാൾ ആഗ്രഹിക്കുന്നതെന്തും നൽകുമെന്ന കമന്റുകൾ ലിവർപൂളിന്റെ സോഷ്യൽ മീഡിയ കമന്റ് ബോക്സുകളിൽ നിറഞ്ഞു. അനിശ്ചിതത്വങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും ഒടുവില വാർത്തയെത്തി. യു വിൽ നെവർ വാക്ക് അലോൺ എന്ന് പാടിയ ആരാധകരുടെ കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും വിരാമം. ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. നമുക്കൊരുമിച്ച് ഇനിയുമേറെ ട്രോഫികൾ നേടാനുണ്ട്, സലാഹ് ആൻഫീൽഡിനോടായി പറഞ്ഞു. അതെ, ആ കഥ ഇനിയും തുടരും. മിസ്രിന്റെ രാജൻ നൈൽ നദിയിലെ വെള്ളം പോലെ ആൻഫീൽഡിൽ പടരും.